Welcome students to my next class. Today we shall discuss about the employee separation. What are the different kinds of employee separation? There are mainly two types of employee separation. They are voluntary separation and involuntary separation. Voluntary separation means when an employee decided to go or terminate the employment with the employer or for his personal reasons or for professional reason. Voluntary separation എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി അയാളുടെ ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ചെയ്യാണ് ഫോർ ഹിസ് പേഴ്സണൽ ഓർ പ്രൊഫഷണൽ റീസൺ. സ്വയം അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് മൂലം അല്ലെങ്കിൽ പ്രൊഫഷണൽ വേറെ ജോബ് കിട്ടിയത് കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ ഒരു എംപ്ലോയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നതാണ് വോളണ്ടറി സെപ്പറേഷൻ. ഇൻവോളണ്ടറി സെപ്പറേഷൻ is an opposite of voluntary separation. These are initiated by the organization when an organization decided to terminate the relationship with the employee. ഒരു ഓർഗനൈസേഷൻ അതിന്റെ എംപ്ലോയിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ് ഇൻവോളണ്ടറി സെപ്പറേഷൻ. പല കാരണങ്ങൾ കൊണ്ടാണ് ഇൻവോളണ്ടറി സെപ്പറേഷൻ വരുന്നത്. ഒന്ന് ഇക്കണോമിക് നെസസിറ്റി, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം, ആർ പുവർ ഫിറ്റ് ബിറ്റ്വീൻ ദ എംപ്ലോയി ആൻഡ് ദ ഓർഗനൈസേഷൻ. എംപ്ലോയിയും ഓർഗനൈസേഷനും തമ്മിൽ എന്തെങ്കിലും നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിലും ഈ സെപ്പറേഷൻസ് ടേക്ക് പ്ലേസ് ചെയ്യും. Voluntary separation are of two types. They are quit and VRS. Quit means resignation. Resignation or quit means when a person provides a resignation letter and leaves from the organization. That is resignation. Resignation letter കൊടുത്തുകൊണ്ട് ഒരു ജോബിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതാണ് resignation. VRS means voluntary retirement scheme. When an employee reaches a certain level of service, he may voluntarily retire from the service. That is VRS. ഒരു പ്രത്യേക സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക നമ്പർ ഓഫ് ഇയേഴ്സ് അയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ജോബിൽ നിന്ന് റിസൈൻ ചെയ്യാം. Voluntarily he can retire. That is VRS. Then we can learn involuntary separation. These are initiated by the organization. Organization may decide to terminate the employee from the organization. There are 5 types of involuntary separation. They are retirement, discharge, layoff, retrenchment, right sizing. First one, retirement. Have you heard about retirement? Retirement means a person stops the employment completely. Complete ആയിട്ട് ഒരു പേഴ്സൺ അയാളുടെ എംപ്ലോയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ റിട്ടയർമെന്റ് എന്ന് പറയാം അല്ലെ. സാധാരണ ഒരു 56 അല്ലെങ്കിൽ 60 ഇയേഴ്സ് ഒക്കെ എത്തുമ്പോൾ കമ്പനി അവരെ പിരിച്ചുവിടുന്ന ഒരു രീതിയാണ് അല്ലെ. ഫോർ എന്താ പറയാ, അവരുടെ ആ വിശ്രമ ജീവിതത്തിന് വേണ്ടി അവരെ പിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സാണ് റിട്ടയർമെന്റ്. What are the factors affecting retirement? First one, health status. 50 or 60 years എത്തുമ്പോഴത്തേക്കും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അല്ലെ, അപ്പൊ അതനുസരിച്ചിട്ട് ഹെൽത്ത് സ്റ്റാറ്റസ് അനുസരിച്ച് റിട്ടയർമെന്റ് ചെയ്യാം. ഫിനാൻഷ്യൽ സർക്കംസ്റ്റൻസസ്, സാമ്പത്തികമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് റിട്ടയർമെന്റ് ചെയ്യാം. കണ്ടീഷൻ അറ്റ് വർക്ക്, ചിലപ്പോൾ അവർക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ആയിരിക്കില്ല ആ ഒരു എന്താ പറയാ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ. ദെൻ വർക്ക് ലൈഫ് ബാലൻസസ്, കുറെ കാലം ജോലി ചെയ്തു, ഇനി അയാളുടെ പേഴ്സണൽ ലൈഫ് കൂടി അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. വർക്കും ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ്, വർക്ക് ലൈഫ് ബാലൻസ്. വർക്കും അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി വേണമെങ്കിൽ വോളണ്ടറിലി ഹി ക്യാൻ റിട്ടയർ. ദെൻ അൺപെയ്ഡ് വർക്ക് റെസ്പോൺസിബിലിറ്റി. ഇനിയിപ്പോ ഒരു വർക്കിൽ തന്നെ പെയ്ഡും ആൻഡ് അൺപെയ്ഡ്, പല ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് അൺപെയ്ഡ് പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് വർക്ക് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് റിട്ടയർമെന്റ് വരാം. ദെൻ ലേബർ മാർക്കറ്റ് ഡിമാൻഡ്. ലേബർ മാർക്കറ്റ് ഡിമാൻഡ്, ലേബേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള വർക്കേഴ്സിനെ നമുക്ക് റിട്ടയർ ചെയ്യിക്കാം അല്ലെങ്കിൽ റിട്ടയർമെന്റ് എടുക്കാം. ദെൻ ടൈപ്സ് ഓഫ് റിട്ടയർമെന്റ്. First one, retirement on superannuation. Superannuation means ഒരു സ്പെസിഫിക് ഏജ് എത്തുമ്പോ 56 or 60 ഏജ് ഒക്കെ എത്തുമ്പോ റിട്ടയർമെന്റ് ചെയ്യുന്നതാണ് റിട്ടയർമെന്റ് ഓൺ സൂപ്പറാനുവേഷൻ. ഏജ് ആവുമ്പോ ഒരു പ്രത്യേക നിശ്ചിത ഏജ് ഓർഗനൈസേഷൻ ഡിറ്റർമിൻ ചെയ്തിരിക്കും. 56, 55 or 60 ആ ഏജ് എത്തിക്കഴിയുമ്പോൾ റിട്ടയർ ചെയ്യുന്നതാണ് റിട്ടയർമെന്റ് ഓൺ superannuation. Voluntary retirement. Voluntary retirement means employee initiated retirement. When the employee reaches a certain level of service, he can retire from the service. That is voluntary retirement.
കമ്പൽസറി റിട്ടയർമെന്റ് ആസ് എ മെഷർ ഓഫ് പണിഷ്മെന്റ്, പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് അയാളെ കൊണ്ട് കമ്പൽസറിലി റിട്ടയർമെന്റ് ചെയ്യിക്കാം. കമ്പൽസറി റിട്ടയർമെന്റ് ഡ്യൂ ടു അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ്, അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ മൂലം കമ്പൽസറി റിട്ടയർമെന്റ്. കാരണം ഒരു എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോ പ്രകാരം ഒരു പ്രത്യേക റീസൺ കൊണ്ട് 3 years അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു 3 മാസം മുമ്പൊക്കെ ലെറ്റർ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ റിസൈൻ ചെയ്യിക്കാം. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ. ഒരു എംപ്ലോയിനെ പെട്ടെന്ന് നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റും. അതിന് മുമ്പേ ആളെ കൊണ്ട് ഒരു 3 മാസത്തേക്ക് മുൻപേ അല്ലെങ്കിൽ ഒരു 15 ദിവസം മുമ്പേ ഒക്കെ ലെറ്റർ കൊടുത്തുകൊണ്ട് മാറ്റിക്കുക. അതാണ് ഈ കമ്പൽസറി റിട്ടയർമെന്റ് ഡ്യൂ ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് റീസൺ. ഡെത്ത് വൈൽ ഇൻ സർവീസ്, സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ചു പോകുന്നത്. റിട്ടയർമെന്റ് ഡ്യൂ ടു ഇൻവാലിഡേഷൻ ഓൺ മെഡിക്കൽ ഗ്രൗണ്ട്, എന്തെങ്കിലും അസുഖങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് റിട്ടയർമെന്റ് ചെയ്യേണ്ടി വരുന്നത്. Then next we have to learn right sizing. Right sizing we have already learned downsizing. Downsizing means a reduction of employees or the way of reducing the employee. ഡൗൺ സൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ നമ്മൾ കുറയ്ക്കുക, എംപ്ലോയീസിന്റെ എണ്ണം നമ്മൾ കുറയ്ക്കുക, അതാണ് ഡൗൺ സൈസിങ്. റൈറ്റ് സൈസിങ് ഈസ് മോർ ദാൻ ഡൗൺ സൈസിങ് ആണ്. റൈറ്റ് സൈസിങ് എന്ന് പറഞ്ഞാല് ഡൗൺ സൈസിങ്ങിനേക്കാൾ ഒരുപാട് മേലെയാണ്. എന്തിനാണ് ഈ റൈറ്റ് സൈസിങ് ചെയ്യുന്നത്? വെൻ ദ പ്രോസസ് ഓഫ് കോർപ്പറേഷൻ ഓഫ് എ കോർപ്പറേഷൻ റീഓർഗനൈസിങ് ഓർ റീസ്ട്രക്ചറിങ് ദെയർ ബിസിനസ്, അവരുടെ ഓർഗനൈസേഷന് വീണ്ടും ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുമ്പോഴാണ് ഈ റൈറ്റ് സൈസിങ്, ആളുകളെ പിരിച്ചുവിടുക. എന്തിനു വേണ്ടിയിട്ടാണ്? ബൈ കോസ്റ്റ് കട്ടിംഗ്, റിഡക്ഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ഓർ റീഓർഗനൈസിങ് അപ്പർ ലെവൽ മാനേജ്മെന്റ്. അതിൽ മൊത്തത്തിൽ ബിസിനസ്സിൽ മാറ്റങ്ങൾ വരുമ്പോൾ കുറെ ആളുകളുടെ ജോലി അവര് റെഡ്യൂസ് ചെയ്യും. അതെന്തിനാ വെച്ചാല് കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാനും ലേബർ കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട്. In order to bring maximum profit and cut down the labor cost, the term right sizing is often used by the companies instead of downsizing because it sounds less drastic. അപ്പോ ഇത് എന്ന് വെച്ചാല് കമ്പനി അതിന്റെ പ്രോഫിറ്റ് കൂട്ടാനും അതുപോലെ തന്നെ കമ്പനി ലേബർ കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റൈറ്റ് സൈസിങ്. ദിസ് ആർ ടേക്കൺ പ്ലേസ് വെൻ ദ കമ്പനി ഈസ് ഡിസൈഡഡ് ടു റീഓർഗനൈസ് ഓർ റീസ്ട്രക്ചറിങ് ഇറ്റ്സ് ബിസിനസ്. ബിസിനസ് റീസ്ട്രക്ചർ ചെയ്യുന്ന സമയത്തോ റീഓർഗനൈസ് ചെയ്യുന്ന സമയത്തോ കുറച്ച് ആളുകളെ പിരിച്ചുവിടുക, പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട്. ദെൻ റിട്രെഞ്ച്മെന്റ്. റിട്രെഞ്ച്മെന്റ് ഈസ് ഓൾസോ എ സെപ്പറേഷൻ. പിരിച്ചുവിടൽ തന്നെയാണ് റിട്രെഞ്ച്മെന്റും. മീൻസ് ഡിസ്ചാർജ് ഓഫ് എ സർപ്ലസ് ലേബർ ഓർ സ്റ്റാഫ് ബൈ ദ എംപ്ലോയർ ഓൺ അക്കൗണ്ട് ഓഫ് ലോങ് പീരീഡ് of layoff or rationalization or improved machinery or automation of machines or similar other reasons. റിട്രെഞ്ച്മെന്റ് എന്ന് പറഞ്ഞാല് എക്സസ് സ്റ്റാഫിനെ, സർപ്ലസ് ലേബറിനെ ഡിസ്ചാർജ് ചെയ്യാം. എക്സസ് ആണ് സ്റ്റാഫ്, ഒരുപാട് ആളുകൾ, ആവശ്യത്തിൽ കൂടുതൽ സ്റ്റാഫുകൾ ഉണ്ട്, അതിനുള്ള വർക്ക് അവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സർപ്ലസ് ആയിട്ടുള്ള സ്റ്റാഫിനെ നമ്മൾ പിരിച്ചുവിടുക, അതാണ് റിട്രെഞ്ച്മെന്റ്. അപ്പോ ഓൺ അക്കൗണ്ട് ഓഫ് ലോങ് പീരീഡ് ഓഫ് ലേ ഓഫ്, അതായത് കുറെ കാലം കമ്പനി പൂട്ടിക്കിടക്കാണ്, കാരണം ഇത്രയധികം ആളുകളെ വെച്ചിട്ട് കമ്പനിക്ക് അതിനെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ റിട്രെഞ്ച്മെന്റ് ചെയ്യുക, കുറെ ആളുകളെ പിരിച്ചുവിടുക, എക്സസ് ആയിട്ടുള്ള ആളുകളെ പിരിച്ചുവിടുക. ബാക്കിയുള്ളവർക്ക് ഇപ്പൊ ഗൾഫിലൊക്കെ നടക്കുന്നത് അതാണ്, റിട്രെഞ്ച്മെന്റ് ആണ്. ഓർ റാഷണലൈസേഷൻ ഓർ ഇംപ്രൂവ്ഡ് മെഷീനറി ഓർ ഓട്ടോമേഷൻ ഓഫ് മെഷീൻ ഓർ സിമിലർ അതർ റീസൺ. അതുപോലെ തന്നെ മെഷീനറീസ് ഒക്കെ മാറി, അല്ലെങ്കിൽ പ്രോസസ്സിൽ പ്രൊഡക്ഷനിലൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പൊ പഴയ വർക്കേഴ്സിന് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും പുതിയ പുതിയ മെഷീനറീസ് ഒക്കെ കൊണ്ടുവന്നു, ഓട്ടോമാറ്റഡ് മെഷീനറീസും മറ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ മാനുവൽ ലേബർ നമുക്ക് അധികം ആവശ്യമില്ല. ഓട്ടോമാറ്റഡ് മെഷീൻസും മറ്റൊക്കെ വരുമ്പോൾ ലേബേഴ്സിന്റെ എണ്ണം കുറവ് മതി. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ റിട്രെഞ്ച്മെന്റ് ചെയ്യുക. Then layoff. Layoff എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട്. Layoff is the temporary suspension or permanent termination of employment of an employee or a group of employees for business reason. ബിസിനസ്സിലെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ എംപ്ലോയീസിനെ പിരിച്ചുവിടുന്നതാണ് ലേ ഓഫ്. ഇറ്റ് ഈസ് നോട്ട് ദ റീസൺ ഫ്രം ദ എംപ്ലോയി. എംപ്ലോയിയുടെ കാരണങ്ങൾ കൊണ്ടല്ല, എംപ്ലോയറുടെ ചില ബിസിനസ് റീസൺ മൂലം എംപ്ലോയർ പിരിച്ചുവിടുന്നതാണ് ലേ ഓഫ്. Such as certain positions are no longer necessary or when a business slowdown occurs. കാരണം ബിസിനസ് നഷ്ടത്തിലാണ്, താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവര് പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ പവർ ഫെയിലിയർ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് റോ മെറ്റീരിയൽ, ഇങ്ങനെ പല റീസൺ കൊണ്ട് നമ്മൾ ബിസിനസിനെ വർക്കേഴ്സിനെ ടെമ്പററി ആയിട്ടും പെർമനന്റ് ആയിട്ടും ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ലേ ഓഫ്.
Dismissal. Dismissal is where the employer chooses to require the employee to leave, generally for a reason which is the fault of the employee. Employee ഭാഗത്തെ ഒരു ഫോൾട്ട് മൂലം എംപ്ലോയിനെ സെപ്പറേറ്റ് ചെയ്യാണ്, ഡിസ്ചാർജ് ചെയ്യുന്നതാണ് ഡിസ്മിസൽ. ഡിസ്മിസൽ ഇസ് ദ പ്രോസസ് ഓഫ് ഡിസ്ചാർജിങ് ആൻ എംപ്ലോയി വെൻ ഹി മേക്സ് എ ഫോൾട്ട്. എന്തെങ്കിലും തെറ്റുകൾ വരുത്തുമ്പോൾ എംപ്ലോയിനെ പിരിച്ചുവിടുന്നതാണ് ഡിസ്മിസൽ. നെക്സ്റ്റ് വൺ, outplacement. Outplacement is the effort made by downsizing company to help the former employee through the transition to new jobs and help them reorient to the job market. ഔട്ട്പ്ലേസ്മെന്റ് ഒക്കെ നടത്തുന്നത് ഇപ്പൊ ഡൗൺ സൈസ് ചെയ്യുന്ന എംപ്ലോയി, ഇപ്പൊ ഡൗൺ സൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡൗൺ സൈസിങ് ഓർ റൈറ്റ് സൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ എണ്ണം കുറയ്ക്കുകയാണ്, നമ്മൾ പിരിച്ചു വിടുകയാണ് അല്ലെ എംപ്ലോയീസിനെ. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എംപ്ലോയീസിനെ പിരിച്ചുവിടാം. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ എംപ്ലോയീസിന്റെ മനസ്സിൽ അവരുടെ മൊറയില് കുറയും അല്ലെ, അവരുടെ ആ ഒരു മോട്ടിവേഷൻ കുറയും, അവര് കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറും അവര് അല്ലെ. അങ്ങനെയുള്ള ആ നെഗറ്റീവായിട്ട് മാറുന്ന ആ ഒരു സംഭവം കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ ഡൗൺ സൈസിങ് നടത്തുന്ന കമ്പനികള് എടുക്കുന്ന ഒരു ഇഫർട്ടാണ് ഔട്ട്പ്ലേസ്മെന്റ്. ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ ഫോർമർ എംപ്ലോയി, പിരിച്ചുവിടുന്ന എംപ്ലോയീസിനെ ടു ദ ട്രാൻസ്മിഷൻ ടു ന്യൂ ജോബ്, പുതിയ ജോബിലേക്ക് കയറ്റിവിടാനായിട്ട് അല്ലെങ്കിൽ പുതിയ ജോബുകളിലേക്ക് അവർക്ക് കൺസൾട്ടൻസി, അവർക്ക് അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഔട്ട്പ്ലേസ്മെന്റ്. ദീസ് ആർ ടേക്കൺ ബൈ ഡൗൺ സൈസിങ് കമ്പനി ഇൻ ഓർഡർ ടു ഹെൽപ്പ് ദ ഫോർമർ എംപ്ലോയി ത്രൂ ദ ട്രാൻസിഷൻ ടു ന്യൂ ജോബ്സ് ആൻഡ് ഹെൽപ്പ് ദം റീഓറിയന്റ് ടു ദ ന്യൂ ജോബ് മാർക്കറ്റ്. എ കൺസൾട്ടൻസി ഫേം യൂഷ്വലി provides the outplacement services which are paid for by the former employer and are achieved through practical advice and psychological support. അതായത് ഇങ്ങനെ എംപ്ലോയീസിനെ നമ്മൾ പിരിച്ചുവിടുമ്പോൾ അതാണ് ഡൗൺ സൈസിങ് കമ്പനി ചെയ്യുന്നത്, പിരിച്ചുവിടാനെ എണ്ണം കുറയ്ക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഗൈഡൻസും സൈക്കോളജിക്കൽ സപ്പോർട്ടുകളും ഒക്കെ കൊടുക്കാനായിട്ടുള്ള കൺസൾട്ടൻസി ഫേമുകളുണ്ട്. അതില് ഇവരെടുക്കുന്ന ഒരു ഇഫർട്ടാണ്. ഇതിനുള്ള പേയ്മെന്റ് ഒക്കെ, കൺസൾട്ടൻസി പേയ്മെന്റിനുള്ള പേയ്മെന്റും അവരെ തിരിച്ചുവിടാനുള്ള പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ഈ ഡൗൺ സൈസിങ് കമ്പനി ആയിരിക്കും. അപ്പൊ ഈ നമ്മൾ ഡൗൺ സൈസ് ചെയ്യുന്ന എംപ്ലോയി ആരൊക്കെയാണോ നമ്മൾ പിരിച്ചുവിടുന്നത് അവർക്ക് പുതിയ ജോബിലേക്കുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കാനാണ് ഈ കൺസൾട്ടൻസി സർവീസുകൾ. അതാണ് ഔട്ട്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്. Then എന്തിനാണ് ഇനി ഔട്ട്പ്ലേസ്മെന്റ്? ഗോൾസ് ഓഫ് ഔട്ട്പ്ലേസ്മെന്റ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ മൊറൈൽ ഓഫ് ദ എംപ്ലോയി, മിനിമൈസ് ദ എമൗണ്ട് ഓഫ് ലിറ്റിഗേഷൻ ഇനിഷ്യേറ്റഡ് ബൈ ദ സെപ്പറേറ്റഡ് എംപ്ലോയി. അതായത് ലിറ്റിഗേഷൻ മീൻസ് അവരുടെ വെറുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അസിസ്റ്റിംഗ് സെപ്പറേറ്റഡ് എംപ്ലോയീസ് ഇൻ ഫൈൻഡിങ് ന്യൂ ജോബ്, സെപ്പറേറ്റ് ചെയ്ത എംപ്ലോയീസിന് പുതിയ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ടുഡേ we have already learned there are several types of retirement. First one, voluntary retirement and involuntary separation. Voluntary separation are of two types, quit and VRS. Involuntary separation are of retirement, discharge, layoff, retrenchment. Retirement means when a person reaches a specific age where he can retire from the service. Discharge means discharge or dismissal means discharging an employee when he makes a fault. Layoff means temporarily or permanently discharging the services of employees due to the business reason, that is layoff. Retrenchment means discharging a number of workers in order to reduce the employee because excess staffs are there. In order to reduce the excess staff, we can retrench or discharge some of the employees. Right sizing is more than downsizing. It means reducing the number of employees in order to bring maximum profitability and reduction in labor cost.